ഹലോ ഫ്രണ്ട്സ്, എ ജി പ്ലസ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറി റൈറ്റിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. शादी की तैयारियां देखकर दीदी का मन संघर्ष से भरा. वह अपना संघर्ष डायरी में लिख रही है. एक डायरी लिखे. വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങൾ കണ്ടപ്പോൾ ചേച്ചിയുടെ മനസ്സ് സംഘർഷം കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ തൻ്റെ സംഘർഷം ഡയറിയിൽ എഴുതുകയാണ്. ആ ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ താഴെ സഹായകമായ സൂചനകളെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സഹായക സങ്കേത്. ബായ് ഓർ മാതാപിതാ കാ പ്യാർ. സഹോദരൻ്റെയും മാതാപിതാക്കളുടെ സ്നേഹം. പരിവാർ സെ ബിച്ചുടനെ കാ ദുഃഖ്. കുടുംബത്തിൽ നിന്നും വേർപിരിയുന്നതിനുള്ള ദുഃഖം. പരിവാർ വാലോം കെ ലിയെ ബോഷ് ബന്നേക്ക് നിയതി. കുടുംബത്തിന് ഭാരമായി തീരുന്ന വിധി. സസുരാൽക്ക് പ്രതി ആശങ്ക. ഭർത്തൃഗൃഹത്തെ സംബന്ധിച്ചുള്ള ആശങ്ക. അപ്പോൾ ഇത്രയും വെച്ച് വേണം നമ്മൾ ഡയറി തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് ഡയറി എഴുതാം. ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് റൈറ്റ് സൈഡിൽ ഡേറ്റ് എഴുതണം. ഇവിടെ 28 ജൂൺ 28 ജൂൺ. ആജ് മേരാ മൻ സംഘർഷസെ ഭർ ഗയാ ഹെ. ഇന്ന് എൻ്റെ മനസ്സ് സംഘർഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഘർ മേ സബ് കഹി വിവാഹ് കി തയ്യാരി ഹെ. വീട്ടിലെല്ലായിടത്തും വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളാണ്. സബ് ഖുശാ ദിക്കായി ദേത്തെ ഹെ. എല്ലാവരും സന്തുഷ്ടരായി കാണപ്പെടുന്നു. ലേക്കിൻ എന്നാൽ മേം ഇത്തന ദുഃഖി ഹൂങ്കി അപ്പനെ ആസുവം കോ റോക്ക് നഹി സക്തി. എന്നാൽ എനിക്ക് എൻ്റെ കണ്ണുനീർ തടയുവാൻ കഴിയുന്നില്ല. अब भाई और माता पिता के मेरे प्रति गहरे प्यार का അനുഭവ് മേം കർത്തി ഹും. സഹോദരനും മാതാപിതാക്കൾക്കും എന്നോടുള്ള ആഴമായ സ്നേഹം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. മുझे अब परिवार से बिछुड़ने का दुख है. എനിക്ക് ഇപ്പോൾ കുടുംബവുമായി വേർപിരിയുന്നതിനുള്ള ദുഃഖമുണ്ട്. क्या लड़की परिवार वालों के लिए बोझ है. പെൺകുട്ടി കുടുംബത്തിന് ഒരു ഭാരമാണോ. उसके विवाह के लिए ज़मीन तक से बिछुड़ना पड़ता है. അവളുടെ വിവാഹത്തിനു വേണ്ടി ഭൂമി പോലും കൈവിട്ടു പോകുന്നു. യഹ് കൈസി നിയതി ഹെ. ഇതെന്തൊരു വിധിയാണ്. സസുരാൽ മേ മുझे സബ്കാ പ്യാർ മിലേങ്ക. ഭർത്തൃഗൃഹത്തിൽ എനിക്ക് എല്ലാവരുടെയും സ്നേഹം ലഭിക്കുമോ. ഭഗവാൻ ഹി ജാനെ. ഈശ്വരന് മാത്രം അറിയാം. ഡയറി റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും 1-2 പ്രാവശ്യം ഈ വീഡിയോ കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.